ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 50th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി അവളുടെ വീട്ടിൽ ചെന്നിരിക്കുന്നതൊക്കെ അല്ലേ കണ്ടിരുന്നത്. അപ്പോൾ വിഷ് ചെയ്യുന്നതൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി അവരുടെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് പോകാൻ നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേണും ആർട്ടൊക്കെ കൂടിയിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വിചാരിക്കും അവൻ പോകത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോൺ പോയിട്ട് വീണ്ടും നമ്മുടെ ഫോണിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അവർ തമ്മിൽ കാറിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പേണിന് മനസ്സിലാവും കേട്ടോ ഫോൺ തന്നെയാണ് അവന് ചേർന്ന പെണ്ണെന്നുള്ള രീതിയിൽ അവനെ കൈയൊക്കെ കോർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് ഇടയിൽ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പ് വരെ വളരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമ്മിനെയാണ്. പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ കോളും മെസ്സേജൊക്കെ ആയിട്ട് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവൾക്കതൊന്നും വരുന്നുണ്ടാവുന്നില്ല. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ പേൺ കോളേജിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ പ്രിമ്മും ഫോണും ചോമ്പോയൊക്കെ ഉണ്ട്. പക്ഷെ പേണാണെന്നുണ്ടെങ്കിൽ ഫോണിനെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ പ്രിമ്മ് നമ്മുടെ പേണിനെ നോക്കുന്നുണ്ട്. പക്ഷെ പേൺ ഒട്ടും പ്രിമ്മിനെ നോക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മും ഫോണൊക്കെ നമ്മുടെ പേണിനെ തന്നെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ആ ടൈമിൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ആർട്ടും ഭയങ്കരമായിട്ട് സങ്കടം അടിച്ച് ഷോക്ക് അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് ഓടിപ്പോകുന്നൊരു സീൻ കാണിക്കുന്നത്. അതായത് അവളുടെ അമ്മ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് താഴെ വീണ് കിടക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവൾ ആകെ പേടിച്ചിട്ട് ഓടി വരുന്നുണ്ട്. അമ്മേനെ ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അമ്മ എഴുന്നേൽക്കുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. അവൾ ആദ്യം ഫോൺ ചെയ്യുന്നുണ്ടാവുക പേണിനെ ആവും കേട്ടോ. പക്ഷെ പേണാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം പേൺ ഫോണിൻ്റെ കൂടെ ആയിരിക്കില്ല. അപ്പോൾ പേണിൻ്റെ കയ്യിലായിരിക്കത്തില്ല ഫോൺ ഉണ്ടാവുക, അത് ഫോണിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ ഫോണിലേക്ക് പ്രിമിൻ്റെ കോൾ വരുമ്പോഴത്തേക്കും അവൾ മനഃപൂർവ്വം അത് സൈലൻ്റ് ആക്കിയിട്ട് അത് അറ്റൻഡ് ആക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആർട്ടിനെ കോളാക്കിയിട്ട് വിളിക്കുക. ആർട്ടാണെങ്കിൽ എപ്പോഴും ഈ ഒരു എമർജൻസി കേസിലൊക്കെ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ആംബുലൻസിൽ നമ്മുടെ പ്രിമിൻ്റെ അമ്മനെ കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആർട്ട് അവളുടെ കൂടെ തന്നെ ഇരുന്ന് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ നമ്മുടെ പ്രിമിൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ആക്കുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പറയും കാലിന് ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സീൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ വെള്ളം എടുക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിൻ്റെ അമ്മ പറയും, ആർട്ട് നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ വലിയ കാര്യമാണ്, ഇതൊന്നും നീ ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അതൊന്നും സാരമില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമി പറയും ആർട്ട് നീ ഇതൊന്നും ചെയ്യേണ്ട, നീ പോയിരിക്കുക, ഞാൻ നിനക്ക് ഫുഡ് കഴിക്കാൻ എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരിങ്ങനെ പോകാൻ ഇറങ്ങുന്നതാണോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മ ആർട്ടിനോട് പറയും ആർട്ട് ഒരുപാട് നന്ദിയുണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയേനെ, നീ ഇല്ലായിരുന്നെ ഞാൻ എന്ത് ചെയ്തൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ ജോലിയാണ്, നിനക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കണം, ഞാൻ ഏത് നേരത്തും അലേർട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതാട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ പേണും ഫോണും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് തന്നെ പറ്റി അറിയത്തുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഇങ്ങനെ ഒരുപാട് കോളൊക്കെ അവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേൺ എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ പേൺ ആ മിക്സ് കോളൊക്കെ കാണുമ്പോഴത്തേക്കും തിരിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നീ എന്താ എത്ര ലേറ്റായി വിളിക്കാൻ, നീ എന്താ ഫോൺ എടുക്കാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. അതായത് പ്രിമിൻ്റെ അമ്മക്ക് വയ്യാണ്ടായതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചെക്കൻ ചോദിക്കട്ടെ പ്രിം ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അവൾ ഓക്കെ ആണെന്നൊക്കെ തന്നെ പറയും. നെക്സ്റ്റ് ഡേ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ കൊണ്ടിട്ട് പ്രിമിൻ്റെ വീട്ടിലേക്ക് വന്നാണ്. പ്രിമിനെ വിളിച്ചിട്ട് പറയും പുറത്തേക്ക് പോകാൻ ഞാനവിടെ നിൽക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പ്രിമാണെന്നുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ ആയിട്ടായിരിക്കട്ടെ വരുന്നുണ്ടാവാം. അപ്പോഴത്തേക്കും അവളുടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പേണൊരു ഫ്ലവർ ബൊക്കെ അവൾക്ക് കൊടുക്കട്ടെ. ഇത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. എന്നിട്ട് ഇവൾ ചോദിക്കും ഇതെൻ്റെ അമ്മയ്ക്കാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഇല്ല അത് നിനക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവളുടെ പകുതി ദേഷ്യമൊക്കെ പോയിട്ട് അവൾക്ക് സന്തോഷമൊക്കെ ആവട്ടെ, ഒരു ആശ്വാസമൊക്കെ ആവും. എന്നിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും അമ്മക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്
അവൾ പറയുമ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ എന്നെ പറയും. ഇതൊക്കെ നമ്മുടെ പോകാൻ പറയുന്നോട് ക്ഷമിക്കണം, ലാസ്റ്റ് നൈറ്റ് ഞാൻ ഉറങ്ങിപ്പോയതാണ്, എൻ്റെ കോളൊന്നും കാണുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞാൻ സംസാരിക്കട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ ഒരുമിച്ച് കോളേജിലേക്ക് പോകുന്ന സീനാണ്, ബസ്സിലത്തെ സീനാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നമ്മുടെ പോണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങി വീഴാനായിട്ട് ഇരിക്കുകയാണ്. പ്രിമ്മാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഗ്രൂപ്പിൽ ആർട്ടാണ് കഴിഞ്ഞ ദിവസം അവളെ സഹായിച്ചതെന്നും ആംബുലൻസ് കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ മെസ്സേജ് അയക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ടൈമിൽ നമ്മുടെ പോണാണെങ്കിൽ വേണ്ടിയിട്ട് ഉറങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോമ്പ് മെസ്സേജ് അയക്കുന്നുണ്ട്, ആ ആർട്ട് നമ്മുടെ ഹീറോ അല്ലേ, അവനും കൂളല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ചോമ്പോനോട്, ചോമ്പോ നീയും നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഫൈറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാട്ടോ, ഞാൻ എപ്പോഴും ഉണ്ടാവും, ആംബുലൻസ് ആയിട്ടൊക്കെ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് മെസ്സേജ് അയക്കും, ഞാനും നീ തമ്മിലായിരിക്കും ആദ്യത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ആരും കാണുന്നത് ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടാവും കേട്ടോ. അവൾക്ക് വേണ്ടി കാണാൻ വേണ്ടി മാത്രം അവളെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി കോളേജിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ പറയും എന്താണ് നമ്മുടെ പ്രിമിൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് പോയാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി പ്രിമിൻ്റെ വീട്ടിലെത്തുന്നതാണ്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ പ്രേമിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരോടും കമ്പനി ആയിരിക്കും, എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ടും പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പ്രിമും പേണാണെങ്കിൽ ഭയങ്കര കമ്പനിയൊക്കെ അടിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് ഈ കഴുകുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഇത് കണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഫോണാണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞിരുന്നെല്ലാം കാണുന്നുണ്ട്. ഫോണിനാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മുടെ പ്രിമിൻ്റെ അമ്മ കിച്ചണിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിമിൻ്റെ അമ്മക്ക് മനസ്സിലാവും ഇവൾ ഒളിഞ്ഞ് എന്തൊക്കെ കാണുകയാണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പ്രിമിൻ്റെ അമ്മക്ക് നേരത്തെ ഫോണും പേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ട് അമ്മ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്ന സീനാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇവരെല്ലാവരും കൂടി പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ പേൺ പ്രിമിനോട് പറയും അവൻ്റെ പാഴ്ചിലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് അമ്മേനെ കാണിക്കാം, അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, അമ്മേനെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിം അങ്ങനെ പേണിനെ വിളിക്കുകയാണ്, അതായത് എപ്പോഴാണ് നമുക്ക് കാണിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും പ്രിമിന് ഭയങ്കര സന്തോഷം. അതായത് പേൺ അവളുടെ അമ്മേൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും നീയും അമ്മയും കൂടി റെഡി ആയിട്ടിരുന്നു, ഞാൻ വരാം, നിങ്ങളെ പിക്ക് ചെയ്യാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവന് ഫോൺ വെക്കുന്നതുണ്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ച് റെഡി ആവാൻ കാണിക്കുന്നത് നമ്മുടെ ഫോൺ പേണ് കോളാക്കുന്നുണ്ട്. അതായത് നിന്നോട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവളെന്നെ വിളിക്കണം, ഒരുപാട് നാളായില്ലേ ഷോപ്പിങ്ങിന് പോയിട്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേൺ പറയും ഓക്കെ ഞാൻ റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ അവരിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവർ രണ്ടാളും കൂടി എൻജോയ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ പേൺ പ്രിമിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കും കേട്ടോ, അമ്മേനെ കൊണ്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മുടെ പ്രിം വിളിക്കുന്നുണ്ട് നമ്മുടെ പേണിനെ. അപ്പോഴത്തേക്കും പേൺ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ആ പ്രിം എന്താ കാര്യം പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് പ്രിം, നീ എന്താ എൻ്റെ മെസ്സേജ് ഒന്നും നോക്കാത്ത, എന്താ റിപ്ലൈ തരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പേണിന് കാര്യങ്ങളൊക്കെ പിന്നെയും ഓർമ്മ വരാം കേട്ടോ. അവളെ അവളുടെ അമ്മേനെയും കൊണ്ട് സൈക്കാട്രിസ്റ്റിന് പോകാമെന്നുള്ള രീതി അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വരും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട് എന്താ നമുക്ക് അമ്മേനെ കൊണ്ട് പോകണ്ടേ, എത്ര മണിക്കാണ് അവിടെ പോകേണ്ടത്, നീ എന്നെ പിക്ക് ചെയ്യാൻ വരുമോ അതോ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വരണമെന്നൊക്കെ ഇങ്ങനെ പ്രിം ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോൺ കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിനോട് പറയും ഫോൺ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് തന്നെ, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പറയും ഇപ്പോൾ നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ, നിനക്ക് പോവാതിരുന്നൂടെ എന്നൊക്കെയാണ് സങ്കടപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിൻ്റെ മനസ്സൊക്കെ ഇന്ന് മാറുന്നുണ്ട് കേട്ടോ. പേണാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പേണിൻ്റെ മനസ്സൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഇന്ന് നിൽക്കുന്നതിലാണ് കേട്ടോ ഈ സീൻ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നിയ സുബൈർ, ടാറ്റാ.